ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചമ്മന്തിയുടെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശയാണ്. അപ്പോൾ ഈ ദോശ എന്ന് വെച്ചാൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ അരിപ്പൊടി എടുക്കാം, അതുപോലെ തന്നെ മൈദപ്പൊടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലെ ഉപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ചില ഉപ്പിന് ഉപ്പ് രസം കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒറ്റയടിക്ക് നിങ്ങൾ ആ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കേട്ടോ, 1.5 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ കുറച്ചായിട്ട് നിങ്ങൾ ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശയില്ലേ, നമ്മൾ അരി അരച്ച് ചുടുന്ന ദോശ, ആ ദോശയുടെ ഒരു ലൂസ് തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും, അതും പച്ചമുളകും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു ഉള്ളി ഇട്ടിട്ടുണ്ട്, വലിയ ഉള്ളി, അതായത് ചെറിയ ഉള്ളി അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതായതിനു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, മുളകിൻ്റെ തരിതരിപ്പ്, അതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവറായിട്ട് കരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഉഴുന്ന് പല്ലിന് കുഴപ്പമുള്ള ആളാണെങ്കിൽ ഉഴുന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ആ ദോശയൊന്ന് ഉഴുന്ന് കടിക്കുമ്പോൾ ചിലപ്പോൾ പല്ലിന് പ്രോബ്ലം ഉള്ളതാണെങ്കിൽ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ദോശ ആ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ നേരത്തെ ആ ബാറ്ററിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചതിനേക്കാളും കുറച്ചും കൂടെ കൊഴുപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി അഥവാ നിങ്ങളുടെ ദോശമാവ് കുറച്ചൊന്ന് ലൂസായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം അധികം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഈ ദോശ ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലാണെങ്കിലും സാധാരണ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മുടെ മാവ് കട്ടിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഓവറായിട്ട് ഇത് സ്പ്രെഡാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്നൊന്നും സ്പ്രെഡാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ആദ്യം കുറച്ചൊന്ന് കൂടിപ്പോയത് കൊണ്ടാണ് ഈ ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് അടിയിൽ നിന്ന് കിട്ടാനൊരു വിഷം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഗോതമ്പായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റിക്നെസ് ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാടൻ ചമ്മന്തി ഇല്ലേ, പുളിയും ഉള്ളിയൊക്കെ കൂട്ടിയിട്ടില്ല, മുളകൊക്കെ കൂട്ടിയിട്ടില്ല, ആ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പാനിന് എന്തോ ഒരു സ്റ്റിക്നെസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഓയിൽ നന്നായിട്ട് വേണമെന്നുണ്ട് കുറച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അടുത്ത ദോശയും ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ബാറ്ററിൻ്റെ ദോശയാണിത്. കാരണം കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ താഴെയാണല്ലോ വന്ന് കിടക്കുക. അപ്പോൾ അതും കൂടെ ഇളക്കിയെടുക്കണം.
അപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.